വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മലയാളം ഇപ്പോൾ. സംസാരിക്കാൻ വിമുഖനായിരുന്ന ഒരാളാണ് എം ടി എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തെപ്പറ്റി പറയുവാൻ മലയാളത്തിന് 100 നാക്കായിരുന്നു എല്ലാ കാലത്തും. എന്നാൽ ഈ സന്ദർഭം, അദ്ദേഹം നമ്മളോട് വിടവാങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കുവാൻ വാക്കുകളില്ലാതെ ബുദ്ധിമുട്ടുന്നൊരു ഘട്ടത്തിലായിരിക്കും ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളെന്ന് ഞാൻ കരുതുന്നു. മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഹൃദയമായിട്ട് എത്രയോ ദശകങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് മറയുന്നത്. ഹൃദയം കൊണ്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് മലയാളിക്ക് പറഞ്ഞു കൊടുത്ത ആളാണ് അദ്ദേഹം. ഹൃദയാലുത്വം എങ്ങനെയാണ് കാലാതീതമായ സത്യമായിട്ട് പുലരുന്നതെന്ന് അദ്ദേഹം ഇനിയുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ രചനകളുടെ കാലാതീതമായ സാന്നിധ്യം കൊണ്ട് നമ്മളെ പഠിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഒരു നഷ്ടവും അങ്ങനെ മറ്റൊരാളെ കൊണ്ട് നികത്തപ്പെടുന്ന ഒന്നല്ലല്ലോ. വലിയ എഴുത്തുകാരുടെ വിയോഗം യഥാർത്ഥത്തിൽ ഭൗതിക അദ്ദേഹത്തിൻ്റെ നഷ്ടം മാത്രമാണ്. അദ്ദേഹം എഴുതിയ കൃതികൾ, അനശ്വരങ്ങളായിട്ടുള്ള കൃതികൾ ഭാഷയിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹം നിലനിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ ഇന്നും നമ്മോടൊപ്പം നിലനിൽക്കുന്നത് പോലെ ഭാവിയിലും തുടരേണ്ടുന്ന ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചാൽ കിട്ടാത്ത മലയാളിയുടെ ഹൃദയരഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ഉതകുന്ന ആ കൃതികളിലൂടെ എം ടി തുടർന്നും നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.